പ്രിയജനമേ ബലിയേകാം. അകതാരിൽ തിന്മകളില്ലാതെ അണയൂ പ്രിയജനമേ ബലിയേകാം. അകതാരിൽ തിന്മകളില്ലാതെ ബലിയർപ്പകനാകും യേശുവിനോടൊപ്പം ബലിയായി തീരാം അൾത്താരയിൽ. ബലിയർപ്പകനാകും യേശുവിനോടൊപ്പം ബലിയായി തീരാം അൾത്താരയിൽ. അണയൂ പ്രിയജനമേ ബലിവേദിയേ, അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ. അണയൂ പ്രിയജനമേ ബലിവേദിയേ, അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ. തമ്പുരാന്റെ ബലിപീഠത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. സജീവമായിട്ട് ഈ ബലിയർപ്പണത്തിൽ നമുക്ക് പങ്കുകാരാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും നാട്ടിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സർവേശ്വരോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും നാട്ടിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സർവേശ്വരോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും നാട്ടിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസത്തോടെ അങ്ങയുടെ പിറവി തിരുനാളിനായിട്ട് ഒരുങ്ങുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നും അനവധി നമനാനാവിൻ മഹിമയ്ക്കളമേ അറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാമുദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ.
സ്വരമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. അനുഗ്രഹിക്കട്ടെ. സാമുവേലിന്റെ ജനനം. എഫ്രായിം മലനാട്ടിലെ റാമാത്തയിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു. അവന്റെ പിതാവ് യെറോഹാം ആയിരുന്നു. യെറോഹാം ഏലിഹുവിൻ്റെയും ഏലിഹു തോഹുവിൻ്റെയും തോഹു എഫ്രായിംകാരനായ സൂഫിൻ്റെയും പുത്രനായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാനും ആയിരുന്നു അവിടെ കർത്താവിൻ്റെ പുരോഹിതന്മാർ. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു, അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരിപാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപതിച്ച് ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷമുണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സർവചരാചരവും
ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. മംഗളവാർത്ത കാലമിതിൽ കീർത്തനമൊന്നായി പാടിടുവിൻ. നിസ്തുലമാം തൻ ചെയ്തികളാൽ നാഥനു സമനായില്ലാരും. വാഴ്ത്തിടാം നിത്യം തിരുനാമം. വിരുദല്ലോ മാനവിതാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. മംഗളവാർത്ത കാലമിതിൽ കീർത്തനമൊന്നായി പാടിടുവിൻ. നിസ്തുലമാത്തൻ ചെയ്തികളാൽ നാഥനു സമനായി എല്ലാരും. വാഴ്ത്തിടാം നിത്യം തിരുനാമം. നിത്യപിതാവെന്നും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. മംഗളവാർത്ത കാലമിതിൽ കീർത്തനമൊന്നായി പാടിടുവിൻ. നിസ്തുലമാം തൻ ചെയ്തികളാൽ നാഥനു സമനായി എല്ലാരും. വാഴ്ത്തിടാം നിത്യം തിരുനാമം. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മംഗളവാർത്ത കാലമിതിൽ കീർത്തനമൊന്നായി പാടിടുവിൻ. നിസ്തുലമാം തൻ ചെയ്തികളാൽ നാഥനു സമനായി എല്ലാരും. വാഴ്ത്തിടാം നിത്യം തിരുനാമം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ഒരുങ്ങുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചു. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം പതിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്.
അതിനാൽ അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പര സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസാകും വയലേലകളിൽ നിന്നും കളകൾ പിഴുതു മാറ്റൂ. നല്ല നിലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിൻ്റെ നാഥന്റെ തിരുമുൻപിലായിന്ന് സ്തുതിഗീതമാലപിക്കൂ. മാംസമായി മണ്ണിതിൽ അവതാരം ചെയ്തൊരു വചനം, തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം, തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സദാപുരം നിന്ന് സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കനിക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹത്തിലേക്കും ബന്ധത്തിലേക്കും വളരുക. യേശുമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, രഹസ്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. പങ്കുവെക്കുന്ന രഹസ്യങ്ങൾ പലപ്പോഴും വിശ്വസിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. പങ്കുവെക്കുമ്പോൾ പറയാറുണ്ട്, ആരോടും പറയരുത് എന്ന്. ആരോടും പറയാതിരുന്ന ഒരു രഹസ്യം ഇന്നത്തെ സുവിശേഷം നമ്മളോട് പങ്കുവെക്കുകയാണ്.
യൗസപിതാവ് പരിശുദ്ധ അമ്മ ഗർഭിണിയായിരിക്കുന്നു എന്ന വിവരമറിയുകയാണ്. എങ്ങനെയാണ് ആ വിവരം യൗസപിതാവ് അറിഞ്ഞത് പരിശുദ്ധ അമ്മ ഗർഭിണിയായിരിക്കുന്നു എന്ന്? നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ചിന്ത മാലാഖ പറഞ്ഞു എന്നതായിരിക്കും. മാലാഖ പറഞ്ഞതല്ല. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും മാലാഖ വഴിയല്ല യൗസപിതാവ് രഹസ്യം അറിയുക. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. യേശു സ്വദേശത്ത് വരികയാണ്. സ്വദേശത്തുള്ള ജനം പറയുകയാണ്, ഇവൻ ആ തച്ചന്റെ മകനല്ലേ, ഇവന്റെ അമ്മ മേരിയല്ലേ, ഇവന്റെ സഹോദരന്മാരല്ലേ സഹോദരിമാരല്ലേ നമ്മളോടൊപ്പമായിരിക്കുക, ഇവന് ഈ വിജ്ഞാനം എവിടെ നിന്ന്? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നാട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കൊന്നും ഈ രഹസ്യം അറിയത്തില്ല. അറിയാമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ പടക്കത്തിന് തീ കൊടുക്കുന്നത് പോലെ തീ കൊളുത്തി എല്ലായിടത്തും എത്തിച്ചേനെ. ഈ രഹസ്യം ആർക്കും അറിയാത്ത രഹസ്യമാണ്. ആ രഹസ്യം എങ്ങനെ യൗസപിതാവ് അറിഞ്ഞു? ആ രഹസ്യം യൗസപിതാവ് അറിയുവാനായിട്ട് ഒരു വഴിയേയുള്ളൂ. പരിശുദ്ധ അമ്മ പറഞ്ഞു. തന്റെ പ്രിയതമനോട് പരിശുദ്ധ അമ്മ പങ്കുവെക്കുകയാണ്. ഈ പങ്കുവെക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, ജോസഫ് ഇത് വിശ്വസിക്കും, ജോസഫ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ പറയുന്നത് പങ്കുവെക്കുന്നത് ജോസഫ് മനസ്സിലാക്കും. നമുക്ക് തീർച്ചയായിട്ടും ദർശിക്കുവാനായിട്ട് സാധിക്കും. ജോസഫ് അത് മനസ്സിലാക്കുകയാണ്, ജോസഫ് അത് വിശ്വസിക്കുകയാണ്. അത്രമാത്രം സ്നേഹ ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഈ മംഗളവാർത്ത കാലത്ത് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ജോസഫ് മേരി ദമ്പതികളുടെ സ്നേഹത്തിലേക്ക്, ബന്ധത്തിലേക്ക്, പങ്കുവെക്കലിലേക്ക്, ആത്മാർത്ഥതയിലേക്ക്, വിശ്വാസത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന്. രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം, അവൻ പരിശുദ്ധ അമ്മയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. എങ്ങനെയാണ് രഹസ്യത്തിൽ ഉപേക്ഷിക്കുക? കാരണവന്മാർ പറയാറുണ്ട്, 9 മാസവും 9 ദിവസവും 9 വിനാഴിയും കഴിയുമ്പോൾ ഈ രഹസ്യം പുറത്തു വരുമെന്ന്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുക? പുറത്തു വരുമ്പോൾ ആ ശിശുവിന്റെ പിതാവാരാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. യഹൂദ നിയമമാണ്. വെല്ലോടത്തും കൊണ്ടുപോയി ഉപേക്ഷിക്കുവാനായിരുന്നു ആഗ്രഹമെങ്കിൽ സുവിശേഷം വളരെ വ്യക്തമായി പറഞ്ഞേനെ അവളെ ദൂരദേശത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്ന്. അല്ലെങ്കിൽ പറഞ്ഞേനെ അവർ രണ്ടുപേരും കൂടി പുറപ്പോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചു എന്ന്. രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനുള്ള തീരുമാനം ഈ ശിശുവിന്റെ പിതൃത്വം ഉപേക്ഷിക്കുക, വളർത്തു പിതാവായി മാറുക. അതിനടിസ്ഥാനമായിട്ട് സുവിശേഷം പറയുകയാണ്, അവൻ നീതിമാനായിരുന്നു, ഭാര്യയെ വിശ്വസിച്ചവനായിരുന്നു, അവളെ സ്നേഹിച്ചവനായിരുന്നു, അവളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചവനായിരുന്നു. വീണ്ടും കൂട്ടിച്ചേർക്കുകയാ, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന്. അവൾ അപമാനിതയായി തീരാവാൻ ആഗ്രഹമില്ല എങ്കിൽ തീർച്ചയായിട്ടും അവളെ സ്വീകരിക്കണം. അവളെ സ്വീകരിക്കുന്നില്ല എങ്കിൽ അവൾ തീർച്ചയായിട്ടും അപമാനിതയാക്കപ്പെടും. അവൾ തീർച്ചയായിട്ടും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. അവളെ സ്വീകരിക്കുകയാണ്, പിതൃത്വം
വളർത്തുപിതാവിൻ്റെ പിതൃത്വത്തിലേക്ക് അവൻ മാറുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുക, ശങ്കിക്കേണ്ട, അവൾ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയാകിയിരിക്കുന്നു. നീ അവന് യേശു എന്ന് പേരിടണം. യോസേപ്പ് അപ്രകാരം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ മംഗളവാർത്ത കാലത്ത് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്നേഹിക്കുക എന്ന്. പരസ്പരം സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം. ഈ മംഗളവാർത്ത കാലത്ത് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശ്വസിക്കുക എന്ന്. പരസ്പരം വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ മംഗളവാർത്ത കാലത്ത് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പങ്കുവെക്കുക എന്ന്. പരസ്പരം പങ്കുവെക്കുവാനായിട്ട് സാധിക്കണം. ഈ മംഗളവാർത്ത കാലത്ത് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മനസ്സിലാക്കുക എന്ന്. അങ്ങനെ പരസ്പരം സ്നേഹിച്ച്, പരസ്പരം മനസ്സിലാക്കി, പരസ്പരം പങ്കുവെച്ച് മുന്നോട്ടും പോകുമ്പോഴാണ് ജോസഫിനെ പോലെ, മേരിയെ പോലെ നമ്മുടെ ജീവിതവും ഏറ്റവും ധന്യമായി തീരുക. നമ്മുടെ ജീവിതം ഈ മംഗളവാർത്ത കാലത്ത് കൂടുതൽ ശ്രേഷ്ഠകരമാക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സവത്തോടും കൂടി ഇന്ന് കർത്താവ് ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദത്തിന്റെ പാപം മൂലം ബന്ധിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, ഞങ്ങൾക്ക് പാപമോചനം രക്ഷയും നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യേകയുടെ പ്രാർത്ഥന മിശിഹായെ, കൃപാവരകം നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും രക്ഷകനായ മിശിഹായെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, ഈ മംഗളവാർത്ത കാലത്തു അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്കായി തുറന്നു തരുവാൻ മനുഷ്യനെ അവതരിച്ച മിശിഹായെ, നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ അപത്രോടും വീഞ്ഞിനോടുമൊപ്പം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിലും ഐക്യത്തിലും ബന്ധത്തിലും വിശ്വാസത്തിലും വളർന്നു വരുവാൻ ആവശ്യമായ കൃപ അവർ തുണിയാച്ചിക്കുക. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതുപോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയാ
യോസേപ്പിനെയും സഹരമോർത്തിടാം പാവനം ഈ ബലിയിൽ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതർ ആയിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തിനോട് നിത്യം വാഴ്ത്തിടാം. സർവശക്ത പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള അതിജാതനും ഇവകൾക്കെല്ലാം മുൻപ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ സത്യദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പാതിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സാഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങേ
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടു കൂടെ. സഹോദരരെ, ശേഷനത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പിറവി തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും അങ്ങയുടെ സമൃദ്ധമായ കൃപ ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. ഓശാന ഓശാന പരിശുദ്ധനോശാന നിത്യമഹോന്നതനോശാന. ഓശാന ഓശാന പരിശുദ്ധനോശാന നിത്യമഹോന്നതനോശാന. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ പാടുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ പാടുന്നു. മണ്ണും വിണ്ണും അനവരതം ഒരുമയുടങ്ങയെ വാഴ്ത്തുന്നു. മണ്ണും വിണ്ണും അനവരതം ഒരുമയുടങ്ങയെ വാഴ്ത്തുന്നു. ഓശാന 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 ഓശാന. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം
തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോ തനിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപ്പവും വീഞ്ഞും തൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റുന്നതോടൊപ്പം ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിച്ച് എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവഹിതത്തിനനുസരിച്ച് ശാന്തിയായി, സമാധാനമായി, സ്നേഹമായി, ഐക്യമായി, ക്ഷമയായി, മാനസാന്തരമായി, സൗഖ്യമായി, വിജയമായി മാറ്റിത്തരണമേ എന്ന് അവിടുത്തെ അപേക്ഷിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കൊണ്ടിടുന്നു. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അയോഗ്യരാ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും
പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. അറിയുന്നു ഞാനിൻ പാപങ്ങൾ, കാണുന്നു ഞാനവയെൻ മുൻപിൽ. നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വാഴുമെന്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. വാഴുമെന്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. ഉണ്മയാൽ മൂടുമെന്റെ മാനസം, നാദാ ആരാധന, നാദാ ആരാധന, പാടാമാരാധന, നിത്യം ആരാധന, നാദാ ആരാധന, നാദാ ആരാധന, പാടാമാരാധന, നിത്യം ആരാധന. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. ദാത്തുളവാന്ന ശരണത്തോടെ അബ്രാഹം ബന്ധിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനോദം സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയുടെ വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും
അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിസ്ഥാനമാവന പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, വനങ്ങളെ ശരിയുള്ളവർപ്പിനും ആത്മാക്രേഷനും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വംസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായുടെ ശരീരം രക്തവും കടങ്ങളുടെ പുറത്തേക്കും ജീവനും കാരണമാകട്ടെ. ഒരുക്കിടാമേശുവേ താഴ്മയുള്ള ഉൾത്തോടു പോലെ കാരുണ്യമായി താണിറന്നു തിങ്കളേ നിന്റെ വരവിൽ ഉൾത്തടം പറുദീസയായി മാറും. ഒരുക്കിടാമേശുവേ താഴ്മയുള്ള പുൽക്കൂട് പോലെ. നിത്യപുരോഹിതനായ ഈശോ
അങ്ങേദാസന്മാരെ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുതരവേ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ ബലിയേരത്തെ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെയും മഹനീയമുദ്ര വഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ എഴുത്തിൽപ്പെടാൻ ആനന്ദവും ആശ്വാസവും പരിധിച്ച സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അറിയിപ്പുകൾ. 23-ാം തീയതി കരോൾ വിശദ വിവരങ്ങൾ യൂണിറ്റ് ഭാരവാഹികൾ അറിയിക്കും. 24-ാം തീയതി വൈകിട്ട് 9:30 ക്രിസ്മസ് മെലഡി, 10:30 പിറവി തിരുനാൾ കുർബാന. അതിനെ തുടർന്ന് വിവാഹത്തിൻ്റെ 25-50 ജൂബിലി ആഘോഷിക്കുന്നവരെ ആദരിക്കൽ. 25-ാം തീയതി രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന. 26-ാം തീയതി വൈകിട്ട് 6 മണിക്കായിരിക്കും വിശുദ്ധ കുർബാന. ദേവാലയ സഹായ നിധിയുടെ ഭാഗമായി ഭവനങ്ങളിലായിരിക്കുന്ന കുടുക്കകൾ ദേവാലയത്തിൽ എത്തിക്കുക. പുതിയത് കൈക്കാരന്മാരുടെ പക്കൽ നിന്ന് കൊണ്ടുപോകുക. ഉണ്ണീശോയ്ക്ക് 1 രൂപ കവറുകൾ ക്രിസ്മസ് കുർബാനയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക. പുതിയ 1,00,000 രൂപയുടെ ലഘു നിക്ഷേപം ജാനുവരി ആദ്യ ആഴ്ചയിൽ സാനു സാംസന്റെ നേതൃത്വത്തിലും അതിനെ തുടർന്ന് ജോണി സാറിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു 1,00,000 രൂപയുടെയും ലഘു നിക്ഷേപം ആരംഭിക്കുന്നു. സാധിക്കുന്നവർ ചേരുകയും സാധിക്കുന്നവരെ ചേർക്കുവാനായിട്ട് ഉത്സാഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ ദേവാലയത്തിൻ്റെ കടം വിടുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. സഹകരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധന്മാരുടെ കൃപാവർത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവരുടെ നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. മനുഷ്യകുലത്തിൻ രക്ഷയ്ക്കായി മഞ്ഞിലണഞ്ഞൊരു ദൈവസുധ പാവനമങ്ങേ തിരുനാമം പൂജിതമങ്ങേ സാന്നിധ്യം ലോകത്തിൻ്റെ പ്രകാശം നീ മർത്യകുലത്തിൻ ശരണം നീ സ്തുത്യർഹൻ നീ മിശിഹായേ നിത്യവും അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ ജനമേ നിങ്ങൾ മംഗളവാർത്ത കാലത്തിൻ നന്മ തെളിക്കും പാതകളിൽ യോഗ്യതയോടെ നീങ്ങിടുവിൻ. രക്ഷകനാഗത ആകുമ്പോൾ തന്നുടെ കൃപകൾ നേടിടുവിൻ.
നീര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങൾ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയെന്നറിഞ്ഞുകൂടാ.